പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ശനിയാഴ്ച ഡിസംബർ 27 അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ അന്ധന് കാഴ്ച നൽകുവനെ, കർത്താവെ ചെകിടിന് കേളി നൽകുവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകുവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. നിന്റെ വിശുദ്ധ വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ. ഇന്നത്തെ യാത്രകളെ, ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകളെ, ഇന്നത്തെ ചോദ്യം പറച്ചിലുകളെ, ഇന്നത്തെ വർത്തമാനങ്ങളെ, ഇന്നത്തെ ഒപ്പിടലുകളെ എല്ലാം കർത്താവിന് ദിശയിൽ വെക്കുന്ന രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പോകുന്നവരെ, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ, യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ, ഇന്നത്തെ യാത്രകളെ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ,
പരസ്പരം വിഷമം അനുഭവിക്കുന്നവർ, പരസ്പരം കലഹമുള്ളവർ, പരസ്പരം ഭാരപ്പെടുന്നവർ, കർത്താവെ കുടുംബത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ ഈശോ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. 40 വർഷം അങ്ങയുടെ തിരുസന്നിധി നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം, നിൻ്റെ ദിവസം, നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് ഇടയാക്കട്ടെ. മത്തായി 21:32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. എന്താ പ്രശ്നം വെച്ചാൽ വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത്. അനുതാപമില്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല. അതും ഇല്ലാത്ത ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം വെച്ചാൽ അത് വിശുദ്ധിയോടെ, അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയ്യോ അത് ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണമല്ലേ. അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെങ്ങോ ഉണ്ടായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല. അതാ വിഷയം. അപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടോ? അപ്പോൾ അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സാണെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ഒറ്റിക്കൊടുത്തൊന്നുമില്ല, കർത്താവിനെ തള്ളി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിനേക്കാൾ പ്രാധാന്യം താനായതുകൊണ്ട് കർത്താവിനെ ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന്, ജോലി വന്ന്, നമ്മൾ കുർബാന മുടക്കുമ്പോൾ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറച്ചിലാണ്. എന്താണ്, എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന് തള്ളിപ്പറയാണ്. അപ്പം അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം. അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ആളരൂപമാണ് ഇപ്പം നീ എന്ന് വിചാരിച്ചോ. അപ്പം എന്ത് ചെയ്യണം? അവൻ പുറത്തു പോയി കർത്താവിനെ നോക്കി. അപ്പോൾ അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. മരണം വരെ അവൻ്റെ അനുതാപം അവൻ അനുതപിച്ചുകൊണ്ടേയിരുന്നു. അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.